ജോഷില, ഇതൊരു വലിയ കേരളത്തിൻ്റെ തന്നെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭൂമിശാസ്ത്രപരമായി യഥാർത്ഥത്തിൽ വയനാടിനെ കേരളത്തോട് ചേർക്കുന്നു എന്ന് തന്നെ പറയാം. അത്ര വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ തറക്കല്ല് അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇടും. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ഒരുക്കങ്ങൾ? എന്തൊക്കെയാണ് ഈ കൊങ്കൺ റെയിൽവേ അറിയിച്ച കാര്യങ്ങൾ? അജിംഷാദ്, കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഇവിടെ മണ്ണ് മാറ്റൽ നടക്കുകയാണ്. കള്ളാടി മീനാക്ഷി പാലത്തിനടുത്താണ് ഇരട്ട തുരങ്ക പാത അവസാനിക്കുന്നത്. അവിടെ ഉള്ള ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും, കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള രീതിയിലല്ല, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ പുത്തൻ പ്രതീക്ഷയാണ് ഈ തുരങ്കപാത എന്ന് പറയുന്നത്. അവരുടെ ടൂറിസം മേഖലയെ ആശ്രയിച്ചാണ് വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത് തന്നെ. അതിനുണ്ടാകുന്ന ഒരു വികസന ഉണർവ് തന്നെയായിരിക്കും ഈ തുരങ്കപാത എന്നുള്ളത്. മാത്രമല്ല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗതാഗത മാർഗങ്ങളിലൂടെയുള്ള വിറ്റഴിക്കൽ, അത്തരത്തിലുള്ള എല്ലാ സർവ്വതോന്മുഖമായ ഒരു വികസനമാണ് വയനാടിനെ കാത്തിരിക്കുന്നത്. അതിന് തുരങ്കപാത ആവശ്യമാണ്. താമരശ്ശേരി ചുരത്തിന്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ബ്ലോക്ക് ആയാൽ പിന്നെ വയനാട് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. അതിനൊക്കെ തന്നെ ആശ്വാസമായിട്ടാണ് ഈ തുരങ്കപാത വരുന്നത്. നമ്മുടെ കൂടെ സുരേഷ് ഏട്ടനല്ലേ? സുരേഷ് ഏട്ടൻ, നമ്മുടെ ഈ വയനാട്ടുകാരനായ നാട്ടുകാർ, അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഈ തുരങ്കപാത വരുന്നതിനെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളാണ് നിങ്ങൾക്ക്? തുരങ്കപാത നിർബന്ധമായിട്ട് വരണം. വയനാട് ഒരു സ്വപ്ന രീതിയാണ്. ഈ ചുരം രീതിയൊക്കെ മെഡിക്കൽ കോളേജിൽ അങ്ങനെ വരുന്നതും കാര്യങ്ങൾ പോണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ ഇപ്പോൾ ഇടിഞ്ഞില്ലേ കാര്യങ്ങൾ, ഇടിഞ്ഞ കാര്യങ്ങളും. പിന്നെ ഇപ്പം തന്നെ വെക്കേഷൻ ടൈമിൽ സ്കൂൾ കുട്ടികൾ വരാൻ കുറ്റ്യാടി വഴി പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ എത്രയും മണിക്കൂർ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 11 മണിക്ക് വന്നിട്ട് രാത്രി 11 മണിക്കാണ് വീട്ടിലെത്തി. ബ്ലോക്കായി വന്ന് വെക്കേഷൻ ടൈമല്ലേ ഓരോ കാര്യങ്ങൾ. എന്നാലും ചുരമല്ലാണ്ട് വയനാട്ടിലാർക്ക് വരാൻ പറ്റില്ലല്ലോ. ബദൽപാത സംഭവം റെഡിയാണ്. അത് എന്തായാലും അതിന് എല്ലാ രീതിയും ജാതി മത രാഷ്ട്രീയ രീതി വെച്ചിട്ട് ആണം. അതാണ് കാര്യങ്ങൾ. എന്നാൽ ഉദ്ഘാടനം കാര്യങ്ങളും ഉണ്ട്. കാര്യങ്ങൾ പ്രദേശവാസി എന്ന് പറഞ്ഞ രീതിയിൽ അതിന് എല്ലാ രീതിയിലും അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇതാണ് അജിംഷാദ്. വയനാട്ടിലെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ, ജാതിഭേദമന്യേ അംഗീകരിക്കുന്ന ഒന്നായി തുരങ്കപാത മാറിയിരിക്കുന്നു. അവരുടെ കഴിഞ്ഞ ദിവസത്തെ അനുഭവം വെച്ച് വയനാട് ചുരം ബ്ലോക്കായാൽ, അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ബ്ലോക്കായാൽ പിന്നീട് വയനാട് ഒറ്റപ്പെട്ട രീതിയിലേക്ക് മാറുന്നു. വയനാട് ഒരു തരത്തിലും മറ്റൊരു ലോകവുമായി കണക്ഷൻ ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. ഒരുപാട് കുട്ടികൾ പുറത്തുപോയി പഠിക്കുകയാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളായ ആളുകൾ, ഉദ്യോഗസ്ഥരായ ആളുകൾ, ഇവരൊക്കെ തന്നെ തിരിച്ച് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കോ പോകാൻ പറ്റാത്ത വിധത്തിലാവുന്നു. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ അവരെ ആകെ നിരാശരാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം സർവ്വതോന്മുഖമായ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഒരുപാട് ആളുകൾ ഇന്ന് 4 മണിയോടുകൂടി ഈ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ 3:30 അവിടേക്ക് ഉദ്ഘാടന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അതുപോലെ ഇനി എപ്പോഴാണ് തുരങ്കം യാഥാർത്ഥ്യമാവുക എന്നറിയാനുമൊക്കെ ആയിട്ട് അവിടേക്ക് പോയിരിക്കുകയാണ്. അജിംഷാദ്.